ഹായ് എവ്രി വൺ, വെൽക്കം ടു സിയാം സർ. ഞാൻ ഡോക്ടർ സഞ്ജന വേബി. നമുക്കിന്ന് ഫാറ്റി ലിവർ ഡിസീസസിനെ കുറിച്ച് പറയാം. ഫാറ്റി ലിവർ പ്രത്യേകിച്ചും സ്ത്രീകളിലും പുരുഷന്മാരിലും കാണപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അതിൻ്റെതായ കാരണങ്ങളുമുണ്ട്. പണ്ടൊക്കെ ഫാറ്റി ലിവർ എന്ന് കേൾക്കുമ്പോൾ അത് ആൽക്കഹോളിക് ഫാറ്റി ലിവർ ആയിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് അതല്ല. നമ്മുടെ എല്ലാം സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, അമിതവണ്ണം, അതുപോലെ തന്നെ മെറ്റബോളിക് സിൻഡ്രോം തുടങ്ങിയ അവസ്ഥകൾ കാരണം, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കാരണം ഫാറ്റി ലിവറിൻ്റെ തോത് വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും വൈറൽ ഇൻഫെക്ഷൻസ് കൂടി ആയപ്പോൾ ഹെപ്പറ്റൈറ്റിസ് വൈറസസ് ഫാറ്റി ലിവറിൻ്റെ തോത് ഗണ്യമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ലിവറിൻ്റെ ഹെൽത്ത് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം. റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ അസുഖത്തിലേക്ക് നയിക്കുന്ന ഇത്തരം കാരണങ്ങൾ: നമ്മുടെ ലൈഫ് സ്റ്റൈൽ, സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, നമ്മൾ പ്രത്യേകിച്ച് വ്യായാമമൊന്നും ഇല്ലാത്തൊരവസ്ഥ. രണ്ടാമത് ഹെപ്പറ്റൈറ്റിസ് വൈറസ്. മൂന്നാമത് ആൽക്കഹോൾ. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ലിവർ ഹെൽത്ത് എൻഡേഞ്ചർ ചെയ്യുന്നുണ്ട്, അപകടത്തിലാക്കുന്നുണ്ട്. അപ്പോൾ അവയെ തടയുവാൻ നമ്മൾക്ക് ചേഞ്ചസ് വേണ്ടത് ലൈഫ് സ്റ്റൈലിൽ തന്നെയാണ്. അതുപോലെ തന്നെ ചില മേഖലകളിൽ പ്രതിരോധവും ആവശ്യമാണ്. അതിൽ ഏറ്റവും ആദ്യം നമ്മൾ പറയേണ്ടത് ഡയറ്റാണ്. ഡയറ്റ് എന്ന് പറയുമ്പം സാധാരണ ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ ഒരു മെഡിറ്ററേനിയൻ ഡയറ്റ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് ആൻറ്റി ഓക്സിഡൻസ് റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കാം, ഹോൾ ഗ്രെയിൻസ് കഴിക്കുക, ആവശ്യത്തിന് പ്രോട്ടീൻ ഉള്ള ഭക്ഷണം, ഹെൽത്തി അൺസാച്ചുറേറ്റഡ് ഫാറ്റ് കഴിക്കുക, അതായത് ഒമേഗ ഫാറ്റി ആസിഡ്സ് പോലുള്ളവ. അപ്പോൾ ഇത്തരം ചേഞ്ചസ് നമ്മുടെ ഭക്ഷണത്തിൽ വരുത്തുന്നതിനോടൊപ്പം തന്നെ എക്സസൈസിനും വളരെയധികം പ്രാധാന്യം ഉണ്ട്. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെറ്റബോളിക് സിൻഡ്രോം ഫാറ്റി ലിവറിലേക്ക് നയിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് കാണുന്നത്. പ്രത്യേകിച്ചും സ്ത്രീകളിലും പുരുഷന്മാരിലും ഉണ്ടത്. അപ്പം മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ അമിതവണ്ണം, പ്രത്യേകിച്ചും നമ്മുടെ ചെസ്റ്റിൻ്റെയും വയറിൻ്റെയും ഭാഗത്ത് അമിതവണ്ണം വരിക, നമുക്ക് ബ്ലഡ് പ്രഷർ കൂടുക, കൊളസ്ട്രോൾ കൂടുക, ടൈപ്പ് 2 ഡയബറ്റിസ് ഉണ്ടാവുക. ഇതിനെ മൊത്തത്തിൽ പറയുന്നതാണ് മെറ്റബോളിക് സിൻഡ്രോം. അപ്പോൾ മെറ്റബോളിക് സിൻഡ്രോം തടയാൻ നമുക്ക് സാധിച്ചാൽ ഫാറ്റി ലിവറും നമുക്ക് തടയാൻ സാധിക്കും. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ, അതാണ് നമുക്ക് ഇതുകൂടെ തടയാൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ടോക്സിൻസ് നമ്മുടെ ശരീരത്തിൽ എത്താതെ നോക്കുക. ടോക്സിൻസ്, പലതരത്തിലുള്ള ടോക്സിൻസ് ഉണ്ട്. എൻവയൺമെന്റൽ ടോക്സിൻസ്, പെസ്റ്റിസൈഡ്സ്, അങ്ങനെ മറ്റു സ്പ്രേസ്, ഓവർ ദ കൗണ്ടർ മെഡിക്കേഷൻസ്, അതായത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമ്മൾ സ്വന്തം ഇഷ്ടത്തിന് കഴിക്കുന്ന മെഡിക്കേഷൻസ്, ഓവർഡോസ് ആയിട്ട് കഴിക്കുന്ന മെഡിക്കേഷൻ എല്ലാം ലിവർ ടോക്സിസിറ്റി ഉണ്ടാക്കും. തുടക്കത്തിൽ അത് ഫാറ്റി ലിവർ ആയിരിക്കും, പിന്നീട് അത് ലിവറിന്റെ മൊത്തം ഡാമേജിലേക്ക് എത്തിക്കും. അതായത് ഫൈബ്രോസിസും സിറോസിസും, എന്തിന് ലിവർ കാർസിനോമ, ലിവർ ക്യാൻസേഴ്സ് വരെ എത്തിക്കും. ലിവറിന്റെ ആരോഗ്യത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ചും 4 കാര്യങ്ങളാണ്. 1 ഡയറ്റ്, 2 ലിവറിൽ ടോക്സിൻസ് വരുന്നത് തടയുക, 3 എക്സസൈസ്, 4 വൈറൽ ഹെപ്പറ്റൈറ്റിസ് പ്രിവെൻറ്റ് ചെയ്യുക. നമ്മൾക്ക് ചിട്ടയായ ഒരു ജീവിത രീതി നമ്മൾ ഫോളോ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും ലിവറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാൻ സാധിക്കും.